രാജ്യത്തിന് അവകാശമുണ്ടേ. ഈ ഭരണം സമ്പാദിക്കണേ എന്തിനാ ഇല്ലേ? നാട് മുഴുവൻ ആൾക്കാർ വരുന്നില്ലേ? അറിയാലോ നമ്മുടെ കാര്യം അല്ലേ? എന്തിനാ? രാജ്യം നേരെയാവാനല്ല, അവനവന് നേരെയാവാനാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അർദ്ധരാജ്യത്തിന് അവകാശമുള്ളവർക്ക് ഭക്ഷണത്തിന് മാർഗമില്ലാണ്ട് വരുമോ? അതില്ല. ഇവർ കാട്ടിൽ കഴിഞ്ഞു കൂടുമ്പോൾ നായാട്ടിനോ മറ്റോ പുറപ്പെട്ടതായ ഭീഷ്മാചാര്യരൊക്കെ ഇവരെ കാട്ടിൽ വെച്ച് കണ്ടു. ഇതാരായി നിൽക്കണ ഒരാള്, അതിസുന്ദരനായിട്ടൊരാള്. എന്താ കഥ? എന്റെ മുഖത്തേക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കും. സുന്ദരൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു അവസരം നോക്കണമെങ്കിൽ നോക്കിക്കോ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് നോക്കുമ്പോ ആക്ഷേപം ഉണ്ടാവില്ല, വെറുതെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ നോക്കുകയും ചെയ്യും. എന്താ അവിടെ നിന്ന് ആരാന്ന് മനസ്സിലായോ? ധർമ്മപുത്രനാണ്, മഹാരാജാവാണ്. കിരീടം വച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്താ അവിടെ നിങ്ങൾ കൈ കെട്ടി തൂണിന്റെ ചോട്ടിലേക്കുള്ള കൈ താഴ്ത്തിയിടോ? മനുഷ്യരല്ലേ? വരൂ വരൂ വരൂ. അവരെ മുഴുവൻ ക്ഷണിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞുകൂടാൻ വയ്യ. ദുര്യോധന ആലോചിച്ചപ്പോ പറയുമ്പോ നമ്മള് ഭൂരിപക്ഷാന്നല്ലേ പറയണേ അല്ലേ? വല്ല ഗുണമുണ്ടോ? ഒക്കെ മറ്റേ കള്ളന്മാർക്കല്ലേ കൊടുക്കണേ അല്ലേ? ഇപ്പൊ ഇതിങ്ങനെ ചിരിച്ചിട്ട് കാര്യമില്ല, ഇത് വേണ്ട സമയത്ത് ഉപയോഗിക്കണം. പറയുമ്പോ നമ്മള് അങ്ങനെ കാട്ടാളെ അവസരം ഉണ്ടാക്കിയിട്ടല്ലേ? ദുര്യോധന ആലോചിച്ചു, നമ്മൾ 101 പേരുണ്ട്, പാണ്ഡവർ 5 പേരേ ഉള്ളൂ അല്ലേ? ഓരോന്ന് കയറി ഇരിക്കണ കഥ നോക്കൂ. ആരാത്? എന്റെ അമ്മാമനാട്ടോ, ശകുനി അമ്മാമൻ. അമ്മാമേ അനക്കൊല്ലു കഴിഞ്ഞോ? അതാ ഈ പാണ്ഡവന്മാരെ ഇവിടുന്ന് ഓടിക്കാൻ എന്താ ഉപായം? ദുര്യോധന അവരെ ചൂത് കളിക്കാൻ വിളിക്കാന്ന് പറഞ്ഞ് ചൂത് കളിച്ച് രാജ്യധനാദികളൊക്കെ പണയം വെപ്പിച്ച് കാട്ടിലേക്ക് അങ്ങനെ പറഞ്ഞയച്ചു. കൂടെ അനവധി ആൾക്കാരും കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇതാ കാട്ടിലേക്ക് പോണ വഴിയാണ് വരണമെന്നൊക്കെ. അവിടെ ഇരിക്കണ, അപ്പൊ അവിടെ ഇരുത്തി കുഴിച്ചിട്ടു അവനെ. എല്ലാവരും പുറപ്പെട്ടു കാട്ടിലേക്ക്. ഭക്ഷണം കൊടുക്കാത്ത കുറച്ചൊന്നും പോരാ അല്ലേ? എന്നൊക്കെ നല്ലോണം കഴിക്കണ കൂട്ടത്തിൽ പെട്ടതാ. വറ്റിയിരിപ്പിരുന്ന ഇടങ്ങേടുണ്ടും. അപ്പൊ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല. ധർമ്മപുത്രരെ ആലോചിച്ചപ്പോൾ കുറെ ആൾക്കാരുണ്ട്. ആര്യാ ഇപ്പൊ തപസ് ചെയ്യണ്ടേന്ന് ആലോചിച്ചു. കൃഷ്ണനെയാലോ? ഉണ്ണികൃഷ്ണന്റെ കാര്യം തീരുമാനമായി എന്നാ കേൾക്കണേ. നമ്മൾ എന്റെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വെണ്ണയും തൈരും മോരും പാലും ഒക്കെ ഊട്ടി അവനെ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവസ്ഥ എന്താണെന്നറിയാമോ? കൃഷ്ണനേത് ഉപാസിക്കണ്ട, പിന്നെ ആരെയാ ഉപാസിക്കണ്ടേ? ആലോചിച്ചോ. പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവിനായുള്ള പത്മകുമാരന് തീരെ വയ്യാന്നാ പറയണത്. ആയില്ലേ ഇനി എന്നെ ദണ്ഡിക്കരുത്, ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ പ്രായാവുന്ന. ഇതൊന്നും വേണ്ട. എന്നാ പിന്നെ മഹാദേവനായാലോ? മഹാദേവന് തന്നെ പല പല ഭാവങ്ങളുണ്ട്. ഏകാദശ രുദ്രന്മാരുണ്ടെന്നൊക്കെയാ പറയണത്. ഏതാ വേണ്ടേ? കുട്ടിയായിട്ടുള്ള ആളുണ്ട്, ശിവൻകുട്ടി. ഇത്ര കള്ളൻ ലോകത്തില്ല. അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ആരോ സംശയം ഉണ്ടായില്ല. ധർമ്മപുത്രര് സാക്ഷാൽ ആദിത്യ ഭഗവാനെ കേമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. തപസ് ചെയ്തു. ശിവനെ തപസ് ചെയ്യാൻ വിഷമനായിട്ടല്ല കണ്ടോ? കൂടെ ഉള്ളതൊക്കെ ചാടി പുറപ്പെടും. ഭൂതങ്ങളൊക്കെ കണ്ടോ? ഗതയൊക്കെ തോളത്ത് വെച്ച് വരണേണ്ടോ ഒരു ഭൂതം. ശിവനെ വിളിച്ചാൽ ഇതാ എല്ലാവരും പുറപ്പെടുകയുണ്ടാവേ. ഇങ്ങോട്ട് വരാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളു വീണാൽ ഗത നിലത്ത് വീഴരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അങ്ങ് വീണാലും വേണ്ടില്ല, അത് വീഴാണ്ട് നോക്കണം. മഹാദേവൻ വേണ്ട, സൂര്യനെ ആവാൻ നിരീച്ച് തപസ് ചെയ്തു. മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു സൂര്യൻ. എന്താ അങ്ങനെ പുറപ്പെട്ടത്? എന്നെ ആശ്രയിച്ച അനവധി ആൾക്കാർ കാട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഉപായം ഇതിരിക്കട്ടെ. വലിയൊരു പാത്രം. എന്താ അത്? അക്ഷയപാത്രം എന്നാണ് ഇതിന്റെ പേര്. എന്ത് വിചാരിച്ചോ പാത്രത്തിലുണ്ടാവും. 5 ആലിയുടെ ഊട് കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിലൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമുക്കറിയാം അല്ലേ? സ്വതേ തന്നെ സ്ത്രീകളുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാ ഏറ്റവും അവസാനം അവരെ ഊണിരിക്കുക. അടുക്കളയിൽ കാലൊക്കെ നീട്ടി അവിടെ ഇരുന്ന് ചോറിന്റെ പാത്രം അങ്ങനെ എടുത്ത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടാൻ ഒഴിച്ചൊരടക്കാം. എന്താ ഈ പാത്രത്തില് കഴുകി വെക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമല്ല, ഈ കുണ്ടൻ പാത്രം എത്ര പണി കഴിക്കാനും അറിയില്ല. ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കുമ്പോൾ 3 ആൾ ഉണ്ണാൻ വന്നില്ല, കളയാൻ പറ്റുമോ? അവിടെ ഇരുന്ന് കഴിക്കും.
സദ്യക്കൊക്കെ പോയത് അങ്ങനെയല്ല, രണ്ടുപേരിലോണ്ട് ഉണ്ണ. എന്താ അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയി തട്ടാതെ 4 ആൾക്ക് ബാക്കിയൊക്കെ ഉണ്ടാവും. പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞാൽ പാത്രത്തിലൊന്നും ഉണ്ടാവില്ല, ഓർമ്മയുണ്ടാവണം. ധർമ്മപുത്രരുടെ ഇവിടെ വന്ന് മഹാബ്രാഹ്മണരൊക്കെ വിളിച്ച് ഗംഭീരമായിട്ടുള്ള സദ്യ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്. എങ്ങനെയാ? ഇവിടെ ഒക്കെ ചുറ്റും ഭക്ഷണമുണ്ട്, എവിടെ വേണമെങ്കിലാവാം. എന്ത് പറയണോ? ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് പാവം. ഇവിടെ ഉണ്ണാണെങ്കിൽ നല്ല ഭക്ഷണമാണ്. അങ്ങനെ ചെന്നാൽ അവിടെ കയറി കെട്ടി വെച്ചേക്കുക, അങ്ങോട്ട് പോകണ്ട. പിന്നെ ഇതിൽ കൂടെ കറങ്ങി വേണം അങ്ങോട്ട് പോകാൻ. ഇതിൽ കൂടെ കറങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്ക് ആളുടെ കഥ കഴിയും. പിന്നെ ചോറ് വേണ്ടി വലിയൊരു തുള്ളി വെള്ളം കൊടുത്താൽ പോയിണ്ടാവും. ഇവിടെ എങ്ങനെയല്ല, അക്ഷയപാത്രം കൊണ്ടു. എവിടെ അക്ഷയപാത്രം? എവിടെ? കൊണ്ടുവരണം. ആ തലയുടെ അവിടെ കെട്ടുള്ളതല്ലേ അക്ഷയപാത്രം. ഇങ്ങനെ കൊണ്ടുവരോ, ഇങ്ങനെ കൊണ്ടുവരോ. അവിടെ കിടന്ന് ഇങ്ങനെ കയറ്റിടും. ഇവിടെ കൊണ്ടുണ്ട്. ഒരു പാത്രം എന്ന് പറഞ്ഞ് 3 കണ്ടല്ലോ. പോലെ ഇത് തന്നെയാണല്ലോ. ഇതപ്പോൾ ധാരാളം കൊള്ളും. അങ്ങനെ കൊണ്ടുപോയി അവിടെ വയ്ക്കോ, അവിടെ വയ്ക്കോ, അവിടെ ഇരിക്കോടെ ഇരിക്കവിടെ. അങ്ങനെ ഇനി നിന്നെ ഞാൻ വീണ്ടും പിടിച്ചിട്ട് ഇരിക്കവിടെ. എല്ലാവരും ഇരിക്കാം. ഇലയിടാം. ഇലയിട്ടോ. ഇല എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ഇല. എന്തൊക്കെയാ വിഭവങ്ങള്? പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, ഇടികിടി, പാൽപായസം, പഞ്ചാര പായസം, വടപ്രഥമൻ, വടപ്രഥമൻ, ചക്കപ്രഥമൻ, കടുപ്പായസം. അതിന് വെള്ളം വരുന്നുണ്ട് അവിടെ. ഇലയും കിട്ടും കൊണ്ട് വളർത്തുക. വലിയ കൊട്ട ചോറ്. നീ എന്റെ മുഖത്ത് വെക്കുന്ന ചോറിന്റെ ഇടയിലാവും. ഒരു പെരുക്കല ചോറോട് വീഴുക. മതി, അങ്ങനെ ചെല്ലട്ടെ. നെയ്യൊക്കെ ഒഴിക്കണം കണ്ടാൽ ആന മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. അപ്പൊ ഇവര് വലിയ ഉള്ള ഉരുട്ടി പപ്പടം പൊട്ടിച്ച് ഉപ്പേരി പതിപ്പിച്ച് കാളെ ലാറാടിച്ച് ഇത് ഇവിടെ വന്നു കൂടി. നിനക്ക് എന്താ വേണ്ടേ? മാമ്പഴപ്പുളിശ്ശേരി മതിയാ? ഒരു മാങ്ങാണ്ടി കൂടി. വലിയ മാങ്ങാണ്ടി, നല്ല സ്വാദും. അതൊക്കെ കിടന്ന ഒരൊറ്റ പിടുത്തം, ഒരൊറ്റ ഞെക്കം പൊടി. ഇതേ പോകാൻ മാങ്ങാണ്ടി. അതൊക്കെ സമയത്തിനോട് വരികയാണ്. അതാണ് അതിൻ്റെ ആ ഭാഗ്യം. ഇത്ര നല്ലൊരു മാങ്ങാണ്ടി ഞാൻ ആദ്യമായിട്ട് കൂട്ടുവരയിലുള്ള ലഹള പോലെ ഈ വനപ്രദേശത്തിങ്കിൽ അവരങ്ങനെ ഉത്സാഹമായിട്ട് അക്ഷയപാത്രത്തിന്റെ ലഭ്യത കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന വിവരം ദുര്യോധനൻ ചാരന്മാർ വഴി കഴിഞ്ഞു. ഉണ്ടോ? എന്റെ ചാരനാണ് വരുന്നത്. ചാരൻ ഇവിടെ ഇരിക്കാം. മാന്യസ്ഥാനത്താവാം. കാട്ടാളന്മാരൊക്കെ വേണ്ട, ഇവിടെ ഇരിക്കാം. ചാരനും ചെറിയൊരു കാട്ടാളുടെ ചായ ഉണ്ട്, അതുകൊണ്ട് അവിടെ കൂടുക. എന്താ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? അക്ഷയപാത്രം കിട്ടി എന്നാലും ശരി തന്നെ, അത് സംശയമൊന്നുമില്ല. ദുര്യോധനൻ ആലോചിച്ചു, ആ പാത്രം നമുക്ക് കിട്ടാൻ എന്താ മാർഗം? അപ്പൊ അമ്മാവൻ പറഞ്ഞു, ദുര്യോധന, ദുർവാസാവ് മഹർഷിയെ വിളിച്ചുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ആ ശാപം കൊണ്ട് അക്ഷയപാത്രം ഇല്ലാണ്ടാക്കാം. ദുര്യോധനൻ ദുർവാസാവിന്റെ ആശ്രമത്തിൽ ചെന്നപ്പോ എത്ര സന്യാസിമാരായിരിക്കണേ. മരത്തിന്റെ ചോട്ടിൽ ചിലത് നിർത്തി കുഴിച്ചിട്ടേക്കണത്, ചിലതിനെ അവിടെ ഇരുത്തി കുഴിച്ചിട്ടേക്കണത്, ചിലതിനെ വായ മൂക്കടച്ച് കെട്ടിയത് ഒക്കെ ഉണ്ട് അതിനുള്ളില്. എന്താ ദുര്യോധന അങ്ങോട്ട് പുറപ്പെട്ടത്? വളരെ കാലായിട്ടുള്ള മോഹം അങ്ങോട്ട് വരുന്ന അങ്ങനെ അടിയന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ശേഖരിക്കണം. അങ്ങനെ പോകാറില്ല, വരണം. എന്നാ വേണ്ടേ? നാളെ മധ്യാഹ്നം. എന്നാ നാളെ മധ്യാഹ്നം ആവുമ്പോ ശിഷ്യന്മാരെ കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. എന്നാ പോരെ? ദുര്യോധനൻ ഇവിടെ വന്ന് മന്ത്രിസഭ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിരുത്തി. അതെ, ഇങ്ങോട്ട് നോക്കേ, എടി കിണ്ടി മൂക്കി, ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കാം. കണ്ടോ, കിണ്ടി മൂക്കി എന്ന് വിളിച്ചപ്പോ അവിടെ നോക്കേ. നാളെ മധ്യാഹ്നാവുമ്പോ ദുർവാസാഹു മഹർഷിയെ ശിഷ്യന്മാരെ കെട്ടിയെടുക്കും. അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഇവിടെ മന്ത്രിസഭ കൂടിയത്. എല്ലാ മന്ത്രിമാരും വന്നില്ലേ? എല്ലാവരും ആയില്ലേ? ആൾക്കാരായി. ഭക്ഷ്യവകുപ്പ് മന്ത്രി എവിടെയാ? അത് കൂട്ടുപേരെന്ന് ഇറങ്ങിയിട്ടില്ല, അപ്പൊ തീരില്ല. മുഖ്യമന്ത്രിയോ? മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്നാൽ അറിയാലോ ഇവിടെ എന്താ, അയാൾ പോണെടുത്തൊക്കെ നാശമെന്നാ കേട്ടത്. അതല്ല, ഇവിടെ എല്ലാവരും ഉണ്ടാവണം. പിന്നെ ചാരന്മാര്, ഒരു ചാരൻ ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വേഷന്മാർ കൂടിയുണ്ട്. ദ്വാരപാലകര് എവിടെയാന്ന് അറിയില്ല. മുഖ്യമന്ത്രിക്ക് അറിയാമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, അറിയില്ല. അത് പറ്റില്ല. എല്ലാവരും ഉണ്ടാവണം.
നാളെ മധ്യാഹ്നമാകുമ്പോ ദുർവാസാവും ശിഷ്യന്മാരും വരുമ്പോ എല്ലാവരും വേണം. ദ്വാരപാലകരോ രണ്ടെണ്ണം എന്താ വരണ്ടേ? ദ്വാരപാലക, ഇത് ദ്വാരപാലികമാരാണല്ലോ. അവിടെ ഇരിക്കോ നിങ്ങളുടെ അങ്ങോട്ട് ഞൂണ്ട് പോകണം. അവിടെ ഇരിക്കാം. ആദ്യത്തരല്ലോ അത് കഴിഞ്ഞ വരണ വഴിയൊക്കെ അലങ്കരിക്കണം. നിന്റെ ചുമതല അലങ്കാരം. ഇല, കൊല, തല, നിങ്ങൾ 3 പേര് കേട്ടോ. സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾ താല കൊടുക്കാൻ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അപ്പൊ ഞങ്ങളോ ഈ താടകയും പൂതനെയും നക്രതുണ്ടിയും ഒക്കെ എൻ്റെ ഉള്ളിൽ ഇതിനൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുവരുത്തി ദുർവാസ. സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾ താല എടുക്കാൻ നിങ്ങളൊക്കെ നേരത്തെ വരണോ? അവിടെ നിന്ന് കൈവക്കി കാണിക്കുന്നുണ്ട് ഞങ്ങൾ വരാനായി. ഈ സ്ത്രീകളൊക്കെ പുറപ്പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചൊന്നും നല്ല വിഷമം. ഇതൊക്കെ ഇന്നലെ പുറപ്പെട്ടതാ. തലയെക്കെട്ടൊക്കെ കെട്ടി വരണ്ട ഇവിടുത്തെ വരില്ല. ഇങ്ങനെ ആവരുത്. അതുപോലെ ഗംഭീരമായിട്ടുള്ള മേളം, ഗംഭീരമായിട്ടുള്ള സദ്യ, എല്ലാ വ്യവസ്ഥയും ചെയ്ത് പിറ്റേ ദിവസം മധ്യാഹ്നം ആകുമ്പോഴേക്കും ആ മഹർഷിയെ സ്വീകരിക്കാൻ വേണ്ട മക്കളൊക്കെ കൂട്ടി ആ മേളക്കാർ ഭാഗത്ത് 6 പെണ്ണ ആൾക്കാര് 6 പേരുണ്ടാവണം കേട്ടോ. ഇല്ലേ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ തന്നെ ഇപ്പൊ 6 പേരും കുറവിടില്ല അല്ലേ? പറ്റില്ല. ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങളാണ് ആർപ്പിട്ടൂടെ ആറപ്പിട്ടൂടെ ഇങ്ങോട്ട് നോക്കാൻ ഇട്ട് നോക്കാം. മഹർഷി വരുമ്പോ നോക്കാൻ നിൽക്കണ്ട. ഞാൻ ശ്വാസം മുട്ടി ചവിടുന്ന നോക്കിക്കുക. നട്ട് പോയാലും പോലോ. ശ്വാസം കൂടാൻ ഒരു സൂത്രമുണ്ട്, അറിയോ? വെണ്ണ കഴിച്ചാൽ മതി. ശ്വാസം മുട്ടുള്ളവർ കഴിച്ചാൽ അപ്പൊ ചവില്ല. പിന്നെ ഈ ആറപ്പെടുമ്പോ മാത്രം ശ്വാസം മതിയെങ്കിൽ എല്ലാവരും തോളത്ത് കൈയിട്ട് നമ്മൾ വിളിക്കാൻ തുടങ്ങിയാൽ അപ്പൊ നമ്മൾ നിർത്തിക്കൊള്ളണം. പിന്നെ മറ്റൊരു വിളിച്ചു അവര് വിളിച്ച് ശ്വാസം മുട്ടി ചാവാറാകുമ്പോ നമ്മൾ തുടങ്ങാം. ഇപ്പൊ പഞ്ചാബാദ്യമൊക്കെ നടക്കുമ്പോൾ നോക്കിക്കോളൂ. 100-100 പേര് ഒരുമിച്ച് നേരെ കൊമ്പ് വിളിക്കും. 3-4 പേര് വിളിക്കണ്ടറിയ. എങ്ങനെ അറിയാം? ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള മേളം കാലൊക്കെ ആയിട്ട് ക്ഷണിച്ച് ഈ മേളം പോലെ ഇത്രയും ആസ്വാദ്യകരമായിട്ടൊരു വിഷയമില്ല. മേളക്കാര് വർത്തമാനം പറയും കൂടി മേളത്തിനിടയിൽ കൂടിയാ. ഈ നടയടച്ചാൽ ഇടയ്ക്ക് വിടണമല്ലോ. ഉത്സവകാലത്ത് നടയടച്ചാൽ തുറക്കാൻ നല്ല താമസമാണ് അല്ലേ? എന്താ കാരണം? സാധാരണ അമ്പലത്തിൽ പോകാത്തവരുടെ ഉത്സവകാലത്ത് ഉറപ്പ് നിൽക്കും. അമ്മേ നാരായണ. അപ്പൊ ശാന്തിക്കാരൻ നടയടച്ചാൽ ആ താക്കോലിന്റെ ഓട്ടയിൽ കൂടെ പതുക്കെ പുറത്തേക്ക് നോക്കും. അപ്പോഴാണ് അന്നേ ഒരു അമ്പലത്തിൽ വരാതെ അവിടെ നിൽക്കണം. ഇന്ന് ഞാൻ തുറക്കുന്നില്ല. അപ്പോഴാണ് ഇടയ്ക്കാരന്റെ പ്രയോഗം. തുറക്കടാ വേഗം, തുറക്കടാ വേഗം, തുറക്കടാ വേഗം, തുറക്കടാ 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 തുറക്കടാ. ഇട്ടിട്ട് പോണോ ഇട്ടിട്ട് പോണോ. അതുപോലെ ഉത്സവക്കാലായാൽ എന്നും മേളവും അല്ലേ? ഇപ്പൊ തലേ ദിവസം കൊട്ടിയന്റെ വരയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ വെച്ചാ ചോദിക്കുക ഇങ്ങനെ കേമായിട്ടുള്ള മേളം. മഹർഷിയുടെ കാലൊക്കെ കഴിച്ച് മഹർഷി ഇങ്ങടെ എഴുന്നള്ളാം ക്ഷണിച്ചു കൊണ്ടുവന്നു തന്നെയല്ല. പൂജ്യന്തം സമഭീഭവ. ആ മഹർഷിയെ 2 വിധം പൂജിച്ചു. അതിഗംഭീരായിട്ടുള്ള വിഭവങ്ങൾ. അധിക പ്രാച്യൈ സഭോജ്യാദിഭി വിശിഷ്ടങ്ങളാണ്. ഓരോ സാധനം തന്നെ കഴിച്ചാണല്ലോ. എന്തൊരു സ്വാദ്! അങ്ങനെ പറഞ്ഞാൽ തന്നെ വിളമ്പി കൊടുക്കാൻ നോക്കും. ഈ പുരുഷന്മാരുടെ കുഴപ്പം എന്താ അറിയോ? ഉരുട്ടിമിച്ച് നോക്കണ്ട കേട്ടോ. എത്ര നല്ല സാധനം ഉണ്ടാക്കി കൊടുത്താലും അവിടെ ഇത് കഴിക്കില്ല. നന്നായി എന്ന് പറയില്ല. അറിയാറുണ്ടോ നീ? പറയാറില്ല. ഭാഗ്യം അതേ പറയില്ല. സ്ത്രീകൾ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ തീരില്ലല്ലോ പാവങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് എന്താണ് ഓലെങ്ങനെയുണ്ട്
ആ ആനയെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരിക, കഷ്ണം ചവിട്ടി പൊട്ടിക്കാൻ പറഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്നല്ലോ. ഇങ്ങനെ നന്നായി പറയില്ല, ചിലപ്പോ നന്നായി എന്ന് പറഞ്ഞാൽ അബദ്ധവും അല്ലേ.